ഹായ്, അസ്സലാമു അലൈക്കും. വർണ്ണാലയം കപ്പിൾസിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്ലാസ് പെയിൻറ്റിങ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണിത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് വരക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ സ്കെച്ച് ഉണ്ടാക്കണം. അപ്പം ഞാനിവിടെ OHP ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. OHP ഷീറ്റ് A4 OHP ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ A4 സൈസ് വൈറ്റ് പേപ്പറിലാണ് ഞാൻ സ്കെച്ച് ചെയ്യുന്നത്. ഏത് ഗ്ലാസ് ആയാലും അതിൻ്റെ ഒരു അളവ് വൈറ്റ് പേപ്പറിലോ ഏതെങ്കിലും ഒരു ചാർട്ട് പേപ്പറിലോ നിങ്ങൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ OHP ഷീറ്റാണ് ചെയ്യാൻ വച്ചിരിക്കുന്നത്. ഇനി ഗ്ലാസ് ലൈനർ കൊണ്ട് ലൈൻ ഇട്ട് തുടങ്ങണം. ബ്ലാക്ക് ഗ്ലാസ് ലൈനറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഔട്ട്ലൈൻ ഇടാൻ. ഇതിൻ്റെ സിൽവറും ഗോൾഡൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ ബ്ലാക്ക് ആയിരിക്കും ഒരു ഭംഗി കൂടുതലെന്ന് ഇതിൽ ഞാൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനർ ഇടുന്നത് കണ്ടില്ലേ? കഴിഞ്ഞ ഇതിൽ കപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ 1-2 പേര് ചോദിച്ചായിരുന്നു ലൈനർ ഇടുന്നത് കാണിച്ചില്ല എന്ന്. അപ്പോൾ ഗ്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ലൈനർ ഇടുന്നത്. നമ്മൾ എന്താണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ലൈനർ കൊണ്ട് നമ്മൾ മെഹന്തി ഇടുന്നത് പോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 12 മണിക്കൂറെങ്കിലും ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് കളർ ഇടേണ്ടത്. അപ്പോൾ ഉണങ്ങി ഇനിയിപ്പോൾ ഞാൻ കളറിടാൻ പോവാണ്. ഞാനിവിടെ കളറിടാൻ സോൾവെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. വാട്ടർ ബേസ്ഡും ഉണ്ട്, സോൾവെൻറ്റ് ബേസ്ഡും ഉണ്ട്. അപ്പോൾ ഞാൻ സോൾവെൻറ്റ് ബേസ്ഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പം കുറേ കാലത്തേക്കൊന്നും ആവില്ല. അപ്പോൾ അങ്ങനെ ഫ്ലവറിൽ റെഡും സെൻറ്ററിൽ ഞാൻ യെല്ലോയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ലൂസും വരുന്നുണ്ട്, വാങ്ങാൻ കിട്ടും. പിന്നെ സെറ്റായിട്ടും കിട്ടും. സെറ്റായിട്ടാകുമ്പോൾ അതായിരിക്കും കുറച്ച് എളുപ്പം. സെറ്റായിട്ടുള്ള ബോക്സ് വാങ്ങുവാണെങ്കിൽ അതിലൊരു യെല്ലോ കളർ ഉണ്ടാവും, പിന്നെ റെഡ്, പിന്നെ ബ്ലൂ, ഗ്രീൻ, ബ്രൗൺ, അങ്ങനെ 5 കളർ അതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് യെല്ലോയും വന്നിട്ടുണ്ട്, റെഡും വന്നിട്ടുണ്ട്, ഗ്രീനും ഉണ്ട്. പിന്നെ തണ്ടിലൊക്കെ ഞാൻ ബ്രൗൺ ആണ് ചെയ്യുന്നത്. ബ്ലൂ മാത്രം ഞാൻ യൂസ് ചെയ്തില്ല ഇതിൽ. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതിനെ തന്നെ നമുക്ക് നല്ല ഷെയ്ഡിങ്ങൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പോർട്രേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റൊക്കെ കുറച്ച് ടഫാണ്, എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതേപോലെ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആർച്ചിലും ജനലിലെ ഗ്ലാസ്സിൽ അങ്ങനെയൊക്കെ കുറേ വർക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് തന്നെയാണ് അതിനും ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ തൂക്കിയിടാൻ പാകത്തിനും നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബബിൾസ് വരുമ്പോൾ അതൊന്ന് പിന്നുകൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ അവിടെ ആകെ വൃത്തികേട് പോലെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് എൻ്റെ മുകളിലൊക്കെ ഒന്ന് ലൈനിട്ട് കൊടുക്കുന്നത്. ഇലയിലും പൂവിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് ലൈനിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് ആരും അത് ചെയ്യരുത്, കളർ ഇളകിപ്പോരും. അപ്പോൾ ഞാനൊരു 12 മണിക്കൂറൊക്കെ ആയതിനു ശേഷമാണ് ലൈനിട്ട് കൊടുത്തത്. അതും ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രെയിം ചെയ്യാൻ എടുക്കുവാണ്. ഇപ്പോൾ നമ്മളൊരു ലോക്കൽ ഫ്രെയിമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അതിന് ഈ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്ങിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഫോയിൽ പേപ്പർ, സിൽവർ ഫോയിൽ എടുക്കണം. എന്നിട്ടത് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലൊരു ഇതും കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഈ ഫ്രെയിം ചെയ്യുന്ന കാർഡ്ബോർഡിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്ത് ആ ബാലൻസ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. കറക്റ്റ് നമ്മൾ ചെയ്ത പെയിൻറ്റിങ്ങിൻ്റെ വലുപ്പത്തിൽ അതിനെ കട്ട് ചെയ്തെടുത്താലാണ് ഫ്രെയിം ചെയ്യാൻ ഒരു സുഖം.
ഇനിയിപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ്ങും കൂടെ വച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റാക്കി വെച്ച് നോക്കുവാണ്. ഇനിയിപ്പോൾ സെല്ലോ ടാപ്പ് കൊണ്ട് നമുക്ക് 4 മൂലയും 4 വശവും അങ്ങനെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പെയിൻറ്റിങ് റെഡിയായി. ബൈ.